നിങ്ങളുടെ പോക്കറ്റിലെ ഒരു നോട്ടിന് 10 ദശലക്ഷം മൂല്യമുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും? കേൾക്കുമ്പോൾ അതിശയിപ്പിക്കുന്നതാണെങ്കിലും ഇറാന്റെ സാമ്പത്തിക പടക്കളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ്. കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം കറൻസിയെ പുനർനിർമ്മിക്കാനും ആഭ്യന്തര വിപണിക്ക് കരുത്തു പകരാനും ഇറാൻ നടത്തുന്ന ഈ സാഹസിക നീക്കം ആഗോള സാമ്പത്തിക വിപണിയെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട്. റിയാലിലെ ഈ വിപ്ലവം വെറും ഒരു അക്കക്കളി മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഇറാൻ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ 10 ദശലക്ഷം റിയാലിന്റെ പുതിയ ബാങ്ക് നോട്ട് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഇറാന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക വിലക്കുകളെ മറികടന്ന് സ്വന്തം ജനതയുടെ ദൈനംദിന ഇടപെടലുകൾ ലളിതമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കെട്ടുകണക്കിന് നോട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി വിപണിയിൽ കൂടുതൽ വേഗതയും സുതാര്യതയും കൊണ്ടുവരാൻ ഈ പരിഷ്കാരം സഹായിക്കും. ഇത് രാജ്യത്തെ വ്യാപാരികൾക്കും സാധാരണക്കാർക്കും വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ റിയാലിന്റെ മൂല്യത്തെ മുൻപെങ്ങുമില്ലാത്ത വിധം ബാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ബാങ്കിംഗ് ശൃംഖലകളിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടതോടെ രാജ്യം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ഇത്തരം പ്രായോഗികമായ പരിഷ്കാരങ്ങൾ അനിവാര്യമാണ്. ഉപരോധങ്ങൾക്ക് മുന്നിൽ തളരാതെ സ്വന്തം വിപണിയെ സംരക്ഷിക്കാനും ആഭ്യന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ഇറാൻ നടത്തുന്ന ഈ അതിജീവന പോരാട്ടം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമാണ്. വാസ്തവത്തിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഘടകം വിദേശ ഉപരോധങ്ങളാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഇറാന്റെ എണ്ണ കയറ്റുമതിയും ബാങ്കിംഗ് ഇടപാടുകളെയും കനത്ത രീതിയിൽ ബാധിച്ചു. ലോക സാമ്പത്തിക സംവിധാനങ്ങളിൽ നിന്നും ഒരു പരിധിവരെ വേർതിരിക്കപ്പെട്ട സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര വിപണിയെ സുസ്ഥിരമാക്കി നിലനിർത്താൻ ഇറാൻ വിവിധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉയർന്ന മൂല്യമുള്ള കറൻസി പുറത്തിറക്കാനുള്ള തീരുമാനം രൂപം കൊണ്ടത്. ഈ പുതിയ നോട്ടിന്റെ ഡിസൈനിൽ 4 പൂജ്യങ്ങൾ മങ്ങിയ നിറത്തിൽ നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാന മാറ്റത്തിന്റെ സൂചനയാണ്. ഭാവിയിൽ റിയാലിൽ നിന്നും തൊമാൻ എന്ന പുതിയ കറൻസിയിലേക്ക് മാറാനുള്ള ഇറാന്റെ പദ്ധതിയുടെ ഭാഗമാണിത്. അതായത് 10,000 റിയാലിനെ ഒരു തൊമാൻ എന്ന നിലയിലേക്ക് ലളിതവൽക്കരിക്കുന്നതിലൂടെ കറൻസിയിലെ അനാവശ്യമായ പൂജ്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് ജനങ്ങളുടെ വാങ്ങൽ ശേഷിയിലുള്ള മാനസികമായ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വിപണിയിലെ അനിശ്ചിതത്വം കുറയ്ക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ കറൻസി പരിഷ്കാരം കേവലം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒതുങ്ങുന്നില്ല. ഇതൊരു നയതന്ത്ര യുദ്ധം കൂടിയാണ്. ഡോളറിന്റെ ആധിപത്യത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ്. ആഗോള ഊർജ്ജ വിപണിയിലെ പ്രധാന ശക്തിയായ ഇറാൻ തങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതിനും പശ്ചിമേഷ്യയിലെയും ആഗോള തലത്തിലെയും ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. 10 ദശലക്ഷം റിയാലിന്റെ നോട്ട് പുറത്തിറക്കിയത് സാധാരണ ജനങ്ങളുടെ ദൈനംദിന ഇടപാടുകൾ എളുപ്പമാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്. പണപ്പെരുപ്പം ഉയരുന്ന സാഹചര്യത്തിൽ ചെറിയ മൂല്യമുള്ള നോട്ടുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നത് കൂടുതൽ പ്രയാസകരമാകുന്നു. ഒരു ചെറിയ സാധനം വാങ്ങാൻ പോലും വലിയ സഞ്ചിയിൽ പണം കൊണ്ടുപോകേണ്ട അവസ്ഥ വികസ്വര രാജ്യങ്ങളിൽ പണപ്പെരുപ്പത്തിന് വലിയ ദുരന്തമാണ്. വലിയ തോതിൽ പണം കൈവശം വെക്കേണ്ട അവസ്ഥ ഒഴിവാക്കാനും ഇടപാട് ചെലവ് കുറയ്ക്കാനും ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ സഹായിക്കുന്നു. അതായത് ഇത് പ്രതിസന്ധിയുടെ ലക്ഷണം എന്നതിലുപരി അതിനെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച ഒരു സാമ്പത്തിക ഉപാധിയാണ്. ഇതിനു പുറമെ നിലവിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിച്ചിട്ടുണ്ട്. മേഖലയിലെ സൈനിക സംഘർഷങ്ങൾ, എണ്ണവിലകളിൽ അനിശ്ചിതത്വം, അന്താരാഷ്ട്ര വ്യാപാരത്തിലെ തടസ്സങ്ങൾ എന്നിവ ഒറ്റയ്ക്ക് മാത്രമല്ല ഒരുമിച്ചും സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും ഈ വെല്ലുവിളികൾക്കിടയിലും ഇറാൻ തന്റെ ആഭ്യന്തര സാമ്പത്തിക പ്രവർത്തനങ്ങളെ തുടർച്ചയായി നിലനിർത്താൻ ശ്രമിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ്. പണലഭ്യത വർദ്ധിപ്പിക്കുകയും ജനങ്ങളിൽ ആത്മവിശ്വാസം നിലനിർത്തുകയും ചെയ്യുന്നതിനും ഈ നീക്കം സഹായകരമാകുന്നു. അനിശ്ചിതത്വത്തിന്റെ കാലത്ത് ജനങ്ങൾ പണം ഭൗതികമായി കൈവശം വയ്ക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് സാധാരണമാണ്. ബാങ്കിംഗ് സംവിധാനങ്ങളിലോ ഡിജിറ്റൽ ഇടപാടുകളിലോ തടസ്സം ഉണ്ടാകുമെന്ന ഭയം പലർക്കും ഉണ്ടാകാം. അത്തരത്തിൽ കൂടുതൽ മൂല്യമുള്ള നോട്ടുകൾ ലഭ്യമാകുന്നത് ജനങ്ങൾക്ക് സൗകര്യവും സുരക്ഷിതത്വവും നൽകുന്നു. പണപ്പെരുപ്പം ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇറാനിൽ മാത്രമുള്ള പ്രശ്നമല്ല. ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിന്റെ ആഘാതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ ഇത് പ്രധാനമായും പുറംലോക സമ്മർദ്ദങ്ങളാൽ വഷളായതാണ്. അതിനാൽ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക നീക്കങ്ങളെ വിമർശനാത്മകമായി മാത്രം കാണാതെ അവയുടെ പശ്ചാത്തലവും കാരണങ്ങളും ഉൾക്കൊണ്ട് വിലയിരുത്തേണ്ടതും ആവശ്യമാണ്. ഇറാന്റെ ഈ കറൻസി പരിഷ്കാരം മറ്റു രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. ഉപരോധങ്ങൾ ഒരു രാജ്യത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്നും അതിനെ മറികടക്കാൻ ആ രാജ്യം എങ്ങനെയൊക്കെ സർഗാത്മകമായി ചിന്തിക്കുമെന്നും ഇത് കാണിച്ചു തരുന്നു. ഡോളറിന്റെ അപ്രസക്തമാക്കാനുള്ള ചൈനയുടെയും റഷ്യയുടെയും നീക്കങ്ങൾക്ക് ഇറാൻ നൽകുന്ന ഈ പിന്തുണ ആഗോള സാമ്പത്തിക ക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഭൗമരാഷ്ട്രീയമായി നോക്കിയാൽ ഇറാൻ സാമ്പത്തികമായി സുസ്ഥിരത കൈവരിക്കുന്നത് മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ബാധിക്കും. ഇറാനുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ പല രാജ്യങ്ങളും ഇപ്പോൾ തദ്ദേശീയ കറൻസികൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഡോളറിനുള്ള ഏകപക്ഷീയമായ അധികാരം കുറയ്ക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ 10 ദശലക്ഷം റിയാലിന്റെ നോട്ട് പുറത്തിറക്കിയത് ഒരു പ്രതിസന്ധിയുടെ അടയാളം എന്നതിലുപരി വെല്ലുവിളികൾക്കിടയിൽ സമ്പദ് വ്യവസ്ഥയെ കൈകാര്യം ചെയ്യാനുള്ള ഇറാന്റെ പ്രായോഗിക സമീപനത്തിന്റെ ഉദാഹരണമാണ്. പുറം സമ്മർദ്ദങ്ങൾ എത്രത്തോളം ശക്തമായാലും ആഭ്യന്തര സംവിധാനങ്ങൾ നിലനിർത്താൻ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ ഇത്തരത്തിലുള്ള നടപടികളിലൂടെ വ്യക്തമാകുന്നു.
ഇറാൻ അതിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ. ഈ നീക്കം അതിന്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. പൂജ്യങ്ങൾ വെട്ടിക്കുറച്ചും പുതിയ നോട്ടുകൾ ഇറക്കിയും ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം എത്രത്തോളം ഫലം കാണുമെന്ന് വരും വർഷങ്ങൾ തെളിയിക്കും. എന്നിരുന്നാലും സാമ്പത്തിക ഉപരോധങ്ങളുടെ കാലത്ത് ഒരു രാഷ്ട്രം എങ്ങനെയാണ് തങ്ങളുടെ കറൻസിയെയും വിപണിയെയും സംരക്ഷിക്കേണ്ടത് എന്നതിന് ഇറാൻ ഒരു വലിയ മാതൃകയായി മാറുന്നു.